പത്തരമാറ്റ് സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ജയിലിലാവുകയും നന്ദുവിനെ ഇറക്കാനുള്ള ശ്രമമെല്ലാം ദേവയാനി നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേവയാനി നന്ദുവിനെ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദുവിനെ ജയിലിലാക്കിയത് അനാമികയും അവളുടെ വീട്ടുകാരുമാണെന്ന യാഥാർത്ഥ്യം ദേവയാനി മനസ്സിലാക്കുകയാണ്. എന്തായാലും ഈ അനാമികയെ അവളുടെ വീട്ടുകാരെ ഇനി വെറുതെ വിട്ടുകൂടാ, അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്ന് ചിന്തിക്കുകയാണ് ദേവയാനി. ആ എപ്പിസോഡ് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ദേവയാനി വക്കീലിനോട് പറയുന്നുണ്ട്, നന്ദുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം, രാത്രിക്ക് മുമ്പ് തന്നെ നന്ദുവിനെ ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയുകയാണ് ദേവയാനി. അത് കേട്ട് വക്കീൽ പറയുന്നുണ്ട്, അത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്, ജാമ്യം കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ് എന്നൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെയെങ്കിലും നന്ദുവിനെ ഇന്ന് തന്നെ ജയിലിൽ നിന്ന് ഇറക്കണം, നാളെ ആ കുട്ടിക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ളതാണ് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. കുറച്ച് കുരുട്ടുബുദ്ധി പ്രയോഗിച്ചാൽ നന്ദുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റും, അതിന് കുറച്ച് പണം ഇറക്കണം എന്നൊക്കെ വക്കീൽ ദേവയാനിയോട് പറയുന്നുണ്ട്. എത്ര പണം വേണമെങ്കിൽ ഞാൻ ഇറക്കാം, ഒരു കള്ളക്കേസിൽ പെടുത്തി ആ കുട്ടിയുടെ ഭാവി കളയാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അത് കേട്ട് വക്കീൽ പറയുകയാണ്, ആ പരാതി കൊടുത്ത കുട്ടിയും ആ പയ്യനും കുറച്ച് ഉടായ്പകളാണെന്നാണ് പറഞ്ഞു കേട്ടത്, അവരെ കൊണ്ട് ആ പരാതി പിൻവലിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, നന്ദുവിനെ ഉടനെ തന്നെ ഇറക്കി കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അതിനവർ സമ്മതിക്കുമോ? ആ സമയം വക്കീൽ പറയുന്നുണ്ട്, സമ്മതിക്കാൻ സാധ്യതയുണ്ട്, എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്, ആരോ അവർക്ക് കുറച്ച് പണം കൊടുത്ത് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയതാണിത്, അതുകൊണ്ട് തന്നെ അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നമ്മൾ തരുമെന്ന് പറഞ്ഞാൽ എന്തായാലും അവർ മറുകണ്ഠം ചാടും. അങ്ങനെ ദേവയാനി പറയുകയാണ്, എന്നാൽ നമുക്ക് ആ വഴിയൊന്ന് നോക്കാം. അങ്ങനെ ദേവയാനി വക്കീലും ആ പെൺകുട്ടിയെയും അയാളെയും കാണാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ദേവയാനി അവരോട് പറയുന്നുണ്ട്, ആ കേസ് നിങ്ങളല്ലേ കൊടുത്തത്, അതൊരു തട്ടിപ്പ് കേസാണെന്ന് ഞങ്ങൾക്കറിയാം, മനഃപൂർവ്വം ആ കുട്ടിയെ അകത്താക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതാണ്, ഇതിന്റെ പേരിൽ ഞങ്ങളൊരു കേസിന് പോയാൽ നിങ്ങൾ രണ്ടുപേരും അകത്താകും. അത് കേട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ അകത്താകാനാ, വെറുതെ റോഡിലൂടെ പോയ ഞങ്ങളെ ആ കുട്ടി വന്ന് അടിക്കുകയായിരുന്നു, ഇവളാണ് അതിന് സാക്ഷി. അത് കേട്ട് വക്കീൽ പറയുകയാണ്, സാക്ഷിയുടെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട, അവിടുത്തെ CCTV ദൃശ്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ആ ദൃശ്യങ്ങളെല്ലാം വക്കീൽ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും കേസിൽ നിന്ന് ഊരിപ്പോകാം, അതുമാത്രമല്ല നിങ്ങൾക്ക് കുറച്ച് പണം തടയുകയും ചെയ്യും. അത് കേട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളെ കൊണ്ട് ആരാണ് ഈ ചെയ്യിപ്പിച്ചതെന്ന് ഞങ്ങളോട് ആദ്യം പറയണം, ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേട്ട് അയാൾ പറയുന്നുണ്ട്, അത് സാറിനൊന്നും തോന്നരുത്, വേണു എന്ന് പറയുന്ന ആളാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, ആ വേണു ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനൊരു നാടകം കളിക്കാൻ, ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല, ആ കുട്ടി നാളെ ട്രെയിനിങ്ങിന് പോകാനുള്ളതാണെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഇങ്ങനൊരു നാടകം കളിച്ച് ആ കുട്ടിയെ അകത്താക്കണം, അവരോട് ഇങ്ങനൊരു നാടകം കളിക്കണമെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്കാണെങ്കിൽ പണത്തിൻ്റെ ആവശ്യം ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സമ്മതിച്ച് പോയതാണ് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് വക്കീൽ പറയുന്നുണ്ട്, പണത്തിൻ്റെ ആവശ്യം എല്ലാവർക്കുമുണ്ട്, പക്ഷെ ഇങ്ങനെ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയല്ലേ ജീവിക്കേണ്ടത്, നിങ്ങൾ നല്ല ചെറുപ്പക്കാരല്ലേ, നിങ്ങൾക്ക് ജോലിയെടുത്ത് ജീവിച്ചൂടെ, അതൊക്കെ പോട്ടെ, ഞങ്ങൾ വന്ന കാര്യം പറയാം, നിങ്ങൾ ഈ കേസ് പിൻവലിക്കണം, അതിനായിട്ട് കുറച്ച് പണം ഞങ്ങൾ അങ്ങ് തരാം എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് അവർ ചോദിക്കുന്നുണ്ട്, എത്ര തരും സാറേ, നിങ്ങൾ ചോദിച്ചോളൂ, എത്ര വേണമെങ്കിൽ ഞങ്ങൾ തരാം എന്നൊക്കെ വക്കീൽ പറയുകയാണ്. അങ്ങനെ അവരൊരു എമൗണ്ട് പറയുന്നുണ്ട്. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ കേസ് പിൻവലിക്കണം എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ എന്തായാലും കേസ് പിൻവലിക്കാൻ സാറേ. അങ്ങനെ അവർ കേസ് പിൻവലിക്കുകയാണ്. വേണുവാണ് പരാതി കൊടുത്തത് എന്നറിയുമ്പോൾ ദേവയാനിക്ക് വലിയ ദേഷ്യം വരുന്നുണ്ട്. വേണുവിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അനാമിക അവളുടെ അച്ഛനും അമ്മയുമാണ് അനന്തപുരിയിൽ പല പ്രശ്നങ്ങൾക്കും കാരണം, അവർ തട്ടിപ്പ് കൂട്ടങ്ങളാണ്, അതുകൊണ്ടാണ് ഇത്രയും മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ദേവയാനി സന്തോഷത്തോടു കൂടി വക്കീലിനോട് പറയുന്നുണ്ട്, എന്തായാലും നന്ദു ഇന്നു തന്നെ പുറത്തിറങ്ങും, അതിനുള്ള കാര്യങ്ങളൊക്കെ സാർ ചെയ്തോളൂ, കേസ് പിൻവലിച്ചാൽ പിന്നെ ഫോർമാലിറ്റീസ് ഒന്നുമില്ലല്ലോ, നന്ദുവിന് പുറത്തിറങ്ങാൻ പറ്റും. പക്ഷേ ആ അനാമികയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്, അവൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്, അവൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്, അന്ന് പാലിൽ വിഷം കലർത്തിയത് അവളായിരിക്കും, അല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പോൾ നന്ദുവിനോടുള്ള ദേഷ്യത്തിന് അവളെ ജയിലിലാക്കുകയും കൊട്ടേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല നൈനിയോട് അവൾ എന്തൊക്കെയാണ് ചെയ്തത്, അതുകൊണ്ട് ഇനി അവളെ വെറുതെ വിടാനും സുഖമായി ജീവിക്കാനും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അനിയുടെ ജീവിതം തകർക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചത്, പക്ഷെ അവളുടെ കൂടെ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, എനിക്ക് അവൾ കാരണം ഒരു സ്വസ്ഥതയുമില്ല. അതിനുശേഷം നന്ദു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം നന്ദു ട്രെയിനിങ്ങിനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ട അനാമികയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമമാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അനാമിക
അനിയും നന്ദു ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അങ്ങനെ അനാമിക ദേഷ്യത്തോട് കൂടി അനിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, നന്ദു എന്ന് പറയുന്നവൾ ട്രെയിനിങ്ങിന് പോയിട്ട് നിനക്ക് അവളോട് സംസാരിക്കാനേ നേരമുള്ളൂ. ട്രെയിനിങ്ങിന് പോകുമ്പോഴെങ്കിലും അവളുമായിട്ടുള്ള ബന്ധം തീരുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ ഒന്നും കൂടി കൂടിയല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുകയാണ്. അത് കേട്ട് അനി പറയുന്നുണ്ട്, അതേടി അങ്ങനെ തന്നെയാണ്. അന്ന് നന്ദുവിനെ കള്ളക്കേസിൽ പെടുത്തിയത് നീ നിന്റെ വീട്ടുകാരും കൂടിയല്ലേ. എന്നിട്ടെന്താ നന്ദു ട്രെയിനിങ്ങിന് പോയില്ലേ? അവൾ SI ആയില്ലേ? നന്ദുവിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളെ തകർക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. ഇനിപ്പോലുള്ള ദുഷ്ട മനസ്സുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകില്ല. അനിയുടെ വാക്കുകൾ കേട്ട് അനാമികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അങ്ങനെ അനാമിക രേവതിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അനാമിക രേവതിയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ, ആ നന്ദുവിനെതിരെ എന്തൊക്കെ ചെയ്തു? എന്നിട്ട് അവൾ ട്രെയിനിങ്ങിന് പോയി. ആ കള്ള കേസിൽ കുടുക്കിയപ്പോൾ അവൾക്ക് ഒരിക്കലും ട്രെയിനിങ്ങിന് പോകാൻ കഴിയില്ല എന്നാണ് കരുതിയത്. അവൾമാരുടെ ഒരു ഭാഗ്യം നോക്കണേ, എന്തൊക്കെ ചെയ്തു. എന്നിട്ട് അതൊന്നും അവർക്ക് ഏൽക്കുന്നില്ല. അനിയാണെങ്കിൽ എപ്പോഴും അവളെയും വിളിച്ച് നടക്കുകയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ സ്വത്തും പണവും കിട്ടാൻ എന്താണ് ഒരു വഴി എന്ന് ആലോചിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതിനൊരു മാർഗമേ ഉള്ളൂ മോളെ. നവ്യ ഗർഭിണിയാണല്ലോ, അതുപോലെ നീയും ഗർഭിണിയാകണം. അതിന് അമ്മയാകുന്നതിന് മുമ്പ് നീ അമ്മയാകണം. അങ്ങനെയാണെങ്കിൽ അനന്തപുരി നിനക്കൊരു അധികാരമുണ്ടാകും. അത് കേൾക്കുമ്പോൾ അനാമിക പറയുകയാണ്, ഒന്ന് ഫോൺ വെക്കുന്നുണ്ടോ? കുറെ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവ്യാനി അവിടെ നിൽക്കുന്നുണ്ട്. ദേവ്യാനി ചോദിക്കുന്നുണ്ട്, എന്താ അനാമികയെ, നീ എന്താണ് ബഹളം വെക്കുന്നത്? കുഞ്ഞിൻ്റെ കാര്യവും പ്രസവത്തിൻ്റെ കാര്യവും ഒക്കെ പറയുന്നത് കേട്ടല്ലോ. അത് വല്യമ്മേ, എനിക്ക് എന്നോടൊരു താല്പര്യമില്ല. ഇപ്പോഴും നന്ദുവിനോട് തന്നെയാണ് താല്പര്യം. ഇപ്പോഴും നന്ദുവുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അമ്മ പറയുകയായിരുന്നു, ഒരു കുഞ്ഞുണ്ടായാൽ അനിയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. പക്ഷേ ഞങ്ങൾക്ക് ഈ ജന്മം ഒരു കുഞ്ഞുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവൻ നേരെ ചൊവ്വേ എന്നോട് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവ്യാനി പറയുകയാണ്, അത് നേരാണ് അനാമികയെ, ഞാനും അക്കാര്യം നിന്നോട് പറയാൻ വേണ്ടി വരികയായിരുന്നു. അനിയുടെ ദേഷ്യമെല്ലാം മാറി നിങ്ങളൊരു കുടുംബമായി ജീവിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു കുട്ടിയുണ്ടാകണം. അതിനാദ്യം ചെയ്യേണ്ടത് എനിക്ക് നിന്നോടുള്ള വെറുപ്പ് അവസാനിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ പുരോഹിതനെ കണ്ട് ഇതിനൊരു പരിഹാരം കാണാം. പറയുന്നത് പോലെ മോള് കേട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകും എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. അത് കേട്ട് അനാമിക പറയുകയാണ്, വല്യമ്മ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. അങ്ങനെ ദേവ്യാനി ചിന്തിക്കുകയാണ്, ഇവൾക്കൊരു പണി കൊടുക്കണം. ഇവളെ കൊണ്ട് കഠിനമായ ഒരു വ്രതം എടുപ്പിക്കണം. നല്ല ഭക്ഷണമൊന്നും കഴിക്കാതെ ഒറ്റയ്ക്കൊരു മുറിയിൽ കഴിഞ്ഞൊക്കെ ഇവൾ ജീവിക്കണം. ഇവൾക്കൊരു 8ന്റെ പണി തന്നെ കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവ്യാനി. അങ്ങനെ ദേവ്യാനി ചെന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോള് ഒരു 30 ദിവസത്തെ വ്രതം എടുക്കണമെന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്ത് വ്രതമാണ് വല്യമ്മേ? എന്ത് വ്രതം വേണമെങ്കിൽ ഞാൻ എടുക്കാം. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കണ്ടാൽ മതി. അത് കേൾക്കുമ്പോൾ ദേവ്യാനി പറയുകയാണ്, ഈ വ്രതം കാര്യമായി എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും വിജയമുണ്ടാകും. ആനി പിന്നെ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ്. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് പൂജ ചെയ്യണം. മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത്. അതുകൂടാതെ മൗനവ്രതവും അനുഷ്ഠിക്കണം എന്നൊക്കെ പറയുകയാണ്. അതുമാത്രമല്ല അനിയുടെ റൂമിൽ കഴിയാനും പറ്റില്ല, വേറെ ഏതെങ്കിലും റൂമിലേക്ക് മാറണം. മോൾക്ക് പറ്റിയ റൂം അമ്മ കാണിച്ചു തരാം, അവിടെ കിടക്കണം 30 ദിവസം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വ്രതത്തിന് ഫലമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ശരി വല്യമ്മേ, വല്യമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അങ്ങനെ ദേവ്യാനി അനാമികയെ കൂട്ടി സ്റ്റോർ റൂമിലേക്കാണ് പോകുന്നത്. തീരെ സൗകര്യങ്ങളില്ലാത്ത റൂമായിരുന്നു അത്. അങ്ങനെ ആ റൂം കാണുമ്പോൾ അനാമിക പറയുന്നുണ്ട്, വല്യമ്മ ഈ റൂമിൽ ഞാൻ എങ്ങനെയാണ് വല്യമ്മ കിടക്കുക? റൂമിലൊരു ഫാൻ പോലുമില്ല. അതുമാത്രമല്ല ആകെ പൊടിയും ചളിയും നിറഞ്ഞിരിക്കുന്നു. റൂമിൽ ഞാൻ എങ്ങനെ കിടക്കും എന്നൊക്കെ പറയുമ്പോൾ ദേവ്യാനി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവ്യാനി പറയുകയാണ്, ഇനി മുതൽ നീ റൂമിൽ കിടക്കണം. ഞാൻ ആദ്യം വന്നപ്പോൾ ഈ റൂമിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഞാനെനിക്കുണ്ടായ മാറ്റം നീ കണ്ടതല്ലേ? മാത്രമല്ല ആദർശ് ഞാനെ സ്നേഹിച്ചു തുടങ്ങുകയും ഞാൻ ഏറ്റവും വലിയ ഉയരങ്ങളിലാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ മോള് ഈ റൂമിൽ കഴിയണം. ആദ്യമൊക്കെ കുറച്ച് കഷ്ടതകൾ അനുഭവിച്ചാലേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ. അങ്ങനെ ദേവ്യാനി അനാമികയെ ആ റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. അങ്ങനെ അനാമിക മനസ്സോടെ പൊടിയെല്ലാം തൂത്തുവാരി മാറാലയും എട്ടുകാലിയുമുള്ള ആ റൂമിൽ കിടക്കുകയാണ്. ദേവ്യാനി മനഃപൂർവ്വം ചെയ്യുന്ന പണിയാണ്. അങ്ങനെ നന്ദു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അങ്ങനെ നന്ദുവിന് നല്ലൊരു സൽക്കാരം തന്നെ ഒരുക്കുന്നുണ്ട് ദേവ്യാനി. നന്ദു വരുന്ന സമയത്ത് ചിക്കനും മട്ടനും ഒക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട് ദേവ്യാനി. അത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടോ? ഒരുപാട് നാളായി അത് കഴിച്ചിട്ട് എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, മോളെ അനാമികയെ നിനക്കത് കഴിക്കാൻ പറ്റില്ല, നീ ചോറും സാമ്പാറും മാത്രം കഴിച്ചാൽ മതി. ആ സമയം സങ്കടത്തോടു കൂടി അനാമിക ഓർക്കുന്നുണ്ട്, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലേ. നന്ദുവിൻ്റെ ഒരു യോഗം. അവളെ വിളിച്ച് സൽക്കരിക്കുന്നു. അങ്ങനെ നന്ദു വരുന്നുണ്ട്.
എല്ലാവരുടെ മുന്നിൽ വെച്ച് ദേവയാനി നന്ദുവിന് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. എല്ലാം കാണുമ്പോൾ അനാമിക ഒട്ടും സഹിക്കുന്നില്ല. അങ്ങനെ അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, വല്യമ്മ എന്താണ് ഈ ചെയ്യുന്നത്? പറഞ്ഞിട്ടില്ല വല്യമ്മയോട് ഇവളെ ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തരുതെന്ന്. ഞാൻ ഇവളും തമ്മിലുള്ള പ്രശ്നം വല്യമ്മയ്ക്ക് അറിയില്ലേ? എന്നിട്ട് എന്തിനാണ് ഇവളെ ഇങ്ങോട്ട് ക്ഷണിച്ച് സദ്യ കൊടുക്കുന്നത്? അത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അനാമികയെ നീ ഇങ്ങനെയുള്ള സംസാരം ഒന്ന് നിർത്തണം. കാരണം നീ ഇപ്പോൾ വ്രതത്തിലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. വ്രതത്തിന് ഫലം കിട്ടണമെങ്കിൽ ഇതുപോലെ മോശം കാര്യങ്ങളൊന്നും പറയാതെ ദൈവചിന്തയോട് കൂടി ജീവിക്കണം. അല്ലാതെ ഇതുപോലെ മോശം കാര്യങ്ങളൊന്നും പറയരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യപ്പെട്ട അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അനാമിക ആകെ വിശന്ന് ആ സ്റ്റോർ റൂമിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, നന്ദുവിന് വേണ്ടി നല്ലൊരു പായസം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, എവിടെ പായസം? ചിക്കനും മട്ടനും കഴിക്കേണ്ട എന്നല്ലേ പറഞ്ഞത്? പായസമെങ്കിലും എനിക്ക് കുറച്ച് താ എന്നൊക്കെ പറയുകയാണ്. ആ സമയം ദേവയാനി പറയുകയാണ്, ഇല്ല അനാമികയെ, പായസം നിനക്ക് കഴിക്കാൻ പറ്റില്ല. ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നീ ഒഴിവാക്കണം. ഇതൊക്കെയാണ് നിനക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നീ വ്രതമെടുക്കാൻ. അല്ലാതെ ഇഷ്ടം പോലെ വാരി വലിച്ച് കഴിച്ചിട്ട് വ്രതമെടുത്തിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ത്യജിക്കാൻ പറ്റുന്നതൊക്കെ ത്യജിക്കണം. അതുകൊണ്ട് ചിക്കനും മട്ടനും പായസവും എല്ലാം ഒഴിവാക്കണം. അതുകൊണ്ട് മോൾക്കുള്ള ചോറും സാമ്പാറും ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഈ നന്ദുവും നവ്യയും പതുക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് അനാമിക ആകെ ദേഷ്യപ്പെട്ട് വീണ്ടും റൂമിൽ പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി അനാമികയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, മോളെ ഈ സാമ്പാറും ചോറും കഴിച്ചോ? രമേ അതെവിടെയെങ്കിലും കൊണ്ട് വെക്കി. ഈ ചോറും സാമ്പാറും കഴിച്ച് മടുത്തു. ഇതൊക്കെ സഹിച്ച് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്ര ദിവസമായി ഈ റൂമിനകത്ത് അടച്ചു പൂട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ വ്രതം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, പൊന്നു മോളെ അങ്ങനെയൊന്നും പറയരുത്. കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതുവരെ ക്ഷമിക്കേ എന്ന് പറഞ്ഞ് ദേവയാനി ഒരു കള്ളച്ചിരിയോടെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അനാമിയെ ശരിക്കും ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ദേവയാനി.